സ്വർഗാരോപിത മാതാവിനോടൊത്ത് രണ്ടാമത്തെ പ്രഭാഷണം. പരിശുദ്ധ മറിയം ദൈവ കൃപ നിറഞ്ഞവൾ, സ്ത്രീകളിൽ അനുഗ്രഹീത. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, സ്വർഗാരോപിതയും നിർമ്മലയും നിത്യകന്യകയും സ്ത്രീലോകരാജ്ഞിയുമായ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ജീവിത മാതൃകയും അമ്മ നമ്മോട് ആവശ്യപ്പെട്ട കാര്യവും കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം മനസ്സിലാക്കി. അമ്മയെ അടുത്തനുകരിച്ച് അമ്മയെപ്പോലെ അനുഗ്രഹീതരാവുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വചനത്തിന്റെ പേടകമായ അമ്മയെപ്പോലെ നമ്മുടെ ഹൃദയങ്ങളെയും നാം വചനം സൂക്ഷിക്കുന്ന പേടകങ്ങളാക്കി മാറ്റി പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത് ദൈവ തിരുഹിതം നിവർത്തിയാക്കാൻ പരിശ്രമിച്ച് ദൈവിക പദ്ധതിയോട് സഹകരിക്കാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവം അബ്രഹാത്തെ സകലർക്കും അനുഗ്രഹമാക്കി മാറ്റിയതുപോലെ അബ്രഹാത്തിന്റെ പുത്രിയായ രണ്ടാം ഹൗവയായ മറിയവും സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല, സകലർക്കും അനുഗ്രഹമായി മാറേണ്ടവരാണ് നാം എന്ന സന്ദേശവും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നു. ദൈവകൃപയാണ് പരിശുദ്ധ അമ്മയെ ധന്യയും ഭാഗ്യവതിയുമാക്കി തീർത്തത്. ദൈവം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവൾ സദാ ദൈവ സാന്നിധ്യത്തിലുമായിരുന്നു. വചനത്തോട് ആമേൻ പറഞ്ഞ അവളുടെ മേൽ അത്യുന്നതന്റെ ശക്തി ആവസിച്ചു. വിസ്മയനീയ കാര്യങ്ങൾ അവളിലൂടെ നിറവേറി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. എത്ര ആഴമായ വിശ്വാസ സമർപ്പണമാണിത്! ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് മറിയം സമർപ്പിച്ച നിമിഷം മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യയുക്തിക്ക് അതീതമായ ഒരു രഹസ്യം അവളെ ആവരണം ചെയ്തു. അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ ആവസിച്ചു. വചനം അവളിൽ മാംസം ധരിച്ചു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവ് ലക്ഷ്യം വെച്ചതും മനുഷ്യന്റെ പാപം മൂലം നഷ്ടപ്പെടുത്തിയതുമായ ജീവന്റെ സമൃദ്ധി മനുഷ്യന് കരഗതമാകുന്നതിന് മറിയത്തിന്റെ സഹകരണത്തിലൂടെ ഇടയായി. നാമും വചനത്തോട് പൂർണ്ണ മനസ്സോടെ ആമേൻ പറയുകയാണെങ്കിൽ നമ്മിലും നമ്മുടെ ബുദ്ധിക്ക് അതീതമായ രഹസ്യം ആവരണം ചെയ്യും. അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേലും ആവസിക്കും. അങ്ങനെ മനുഷ്യ ചരിത്രത്തെ രക്ഷാചരിത്രമാക്കി മാറ്റുന്ന വിസ്മയനീയ കാര്യങ്ങൾ നമ്മിലൂടെ ഇന്നിവിടെ നിറവേറും. അന്നത്തെ പശ്ചാത്തലത്തിൽ തനിക്ക് വരാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഉടനടി ഇപ്രകാരം ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ ഇത്രയും ചെറുപ്പത്തിലെ മറിയത്തിന് എങ്ങനെ കഴിഞ്ഞു? ക്രിസ്തീയ പാരമ്പര്യം പറയുന്ന മറിയം നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിനായി കാത്തിരിക്കുകയും ദൈവപുത്രന്റെ അമ്മയാകുവാൻ ഭാഗ്യം ലഭിക്കുന്ന കന്യകയ്ക്ക് ദാസ്യവേല ചെയ്യുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അങ്ങനെ ദൈവപുത്രനെ തനിക്ക് കരങ്ങളിലെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുമല്ലോ എന്നതായിരുന്നു അവളുടെ ചിന്ത. ഖുറാനിൽ നിന്ന് ഇതിന് തൃപ്തികരമായ ഒരു മറുപടി നമുക്ക് കണ്ടെത്താനാകും. ഖുറാന്റെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് മറിയത്തിന്റെ അമ്മ ഇമ്രാനിലെ സ്ത്രീ എന്നാണ്. അതിൽ പറയുന്ന അന്നമ്മയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇമ്രാനിലെ സ്ത്രീ അവളെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവത്തിനായി സമർപ്പിച്ചു എന്നും ബാല്യം മുതൽ താൻ ദൈവത്തിൻ്റെതാണെന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നുവെന്നുമാണ് ഖുറാനിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. മറിയത്തിന്റെ അമ്മയെപ്പോലെ ഇന്നത്തെ അമ്മമാർ ഉദരത്തിൽ വെച്ച് തന്നെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകത്തിലെ നേട്ടങ്ങൾ സ്വപ്നം കണ്ട് സമർപ്പിക്കാതെ ദൈവ തിരുഹിതത്തിനായി സമർപ്പിച്ചെങ്കിൽ കുഞ്ഞുങ്ങളെ ബാല്യം മുതൽ ഈശ്വര അവബോധത്തോടെ വളർത്തി സദ്വിചാരങ്ങൾ പുലർത്താൻ സഹായിക്കേണ്ടത് അമ്മമാരുടെ കടമയാണ്. കുടുംബ നവീകരണത്തിലും കുഞ്ഞുങ്ങളുടെ വിശ്വാസ വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും അമ്മമാരുടെ പങ്ക് വളരെ വലുതാണ്. അമ്മമാരുടെ ജീവിത മാതൃകയും പ്രാർത്ഥന ചൈതന്യവും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. പരിശുദ്ധ അമ്മയെപ്പോലെ വചനം സ്വീകരിക്കുന്നവരിൽ അത്യുന്നതന്റെ ശക്തി ആവസിക്കുകയും വചനം മാംസം ധരിക്കുകയും രക്ഷകനെ ലോകത്തിന് നൽകാൻ ഇടവരുകയും ചെയ്യും. മനുഷ്യ ചരിത്രത്തെ രക്ഷാ ചരിത്രമാക്കാൻ ദൈവത്തോട് സഹകരിച്ച സഖറിയ,
എലിസബത്ത്, സ്നാപക യോഹന്നാൻ, പരിശുദ്ധ മറിയം മുതലായവരെ കുറിച്ചൊക്കെ ധ്യാനിക്കുക. അവരെപ്പോലെ രക്ഷിക്കുക എന്ന സ്വർഗീയ വേലയിൽ നമുക്കും പങ്കുകാരാകാം. പരിശുദ്ധ അമ്മയിലൂടെ ദൈവിക പദ്ധതി ഈ ലോകത്തിൽ നിറവേറാൻ ഇടയായതുപോലെ, ദൈവത്തിന്റെ പരമാധിപത്യത്തിന് മുമ്പിൽ അമ്മ സ്വയം സമർപ്പിച്ചതുപോലെ നമുക്കും നമ്മെ തന്നെ സ്വയം സമർപ്പിക്കാം. നമ്മിലൂടെ ദൈവത്തിന്റെ തിരുഹിതം ഇന്നിവിടെ നിറവേറട്ടെ. അതുവഴി നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ മാത്രമല്ല, ലോകത്തിനു മുഴുവൻ ഒരു രൂപാന്തരീകരണം സംഭവിക്കാൻ ഇടവരട്ടെ. ഇന്ന് നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ വിസ്മയനീയ കാര്യങ്ങൾ ഈ ചരിത്രത്തിൽ നിറവേറാൻ ഇടവരണം. പരിശുദ്ധ അമ്മയിലൂടെ ഇടപെട്ട ദൈവം രക്ഷകനെ ലോകത്തിന് കൊടുക്കാൻ അമ്മയുടെ ജീവിതം ഹേതുവായതുപോലെ, അനേകർക്ക് ആശ്വാസവും സമാധാനവും പകർന്നതുപോലെ, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ നാനാവിധമായ പ്രശ്ന സങ്കീർണമായ ജീവിതാവസ്ഥയുടെ മധ്യേ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ സാന്നിധ്യങ്ങളും നമ്മുടെ താപസ ചൈതന്യത്തോടെയുള്ള ജീവിതവും അനേകർക്ക് അനുഗ്രഹമാകാൻ തക്ക വിധം, ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിച്ച് രൂപാന്തരീകരിച്ച് ദൈവത്തിലേക്ക് ഉയർത്തുവാൻ തക്ക വിധം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. പ്രത്യേകം അവിധം തൃപ്പാദത്തിലിരുന്ന് ധ്യാനിച്ച് ദൈവ ചൈതന്യം ലോകത്തിലേക്ക് ഒഴുക്കി കൊടുക്കാം. പ്രകൃതിക്ഷോഭത്തിൽ നിന്നും, മഹാമാരികളിൽ നിന്നും, നാനാവിധമായ അപകടങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അസ്വസ്ഥ ഹൃദയങ്ങളോടെ ആയിരിക്കുന്ന അനേകായിരങ്ങൾ ഇന്ന് നമ്മുടെ മധ്യേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്താൽ അമ്മ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലിന് വഴിയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മഹാമാരികളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തമ്പുരാന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുവാൻ തക്ക വിധം നമുക്ക് പ്രാർത്ഥിക്കാം. തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം. അമ്മയെപ്പോലെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിക്കാം. അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കട്ടെ. നമ്മുടെ ഇടയിൽ വിസ്മയനീയമായ ദൈവത്തിന്റെ ഇടപെടൽ ഇന്നിവിടെ ഉണ്ടാകട്ടെ. പരിശുദ്ധ മറിയം ദൈവകൃപ നിറഞ്ഞവളും സ്ത്രീകളിൽ അനുഗ്രഹീതയുമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവകൃപ എന്ന് പറയുമ്പോൾ മറിയത്തോടുകൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ആത്മീയവും ഭൗതികവും ആയ എല്ലാ അനുഗ്രഹങ്ങളും, ദൈവത്തിന്റെ ആത്മദാനം ചെയ്യുന്ന സ്നേഹവും എല്ലാം മറിയത്തിൽ പൂരിതമായിരുന്നു. മറിയം ദൈവകൃപ നിറഞ്ഞവളായതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവം തന്റെ സൗജന്യദാനമായ കൃപ തന്റെ വിനീത ദാസിയിൽ സമൃദ്ധമായി ചൊരിഞ്ഞു. രണ്ട്, ദൈവം തന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ അവളെ മുൻകൂട്ടി തെരഞ്ഞെടുത്തിരുന്നതിനാലും അവൾ ദൈവത്തിന്റെ പ്രീതിപാത്രമായതിനാലും അവളെ കൃപാപൂരിതയാക്കി. മൂന്ന്, കൃപാപൂർണനായ കർത്താവ് അവളോട് കൂടെ ഉണ്ടായതുകൊണ്ട്, കൃപാപൂർണനായ കർത്താവ് അവളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ കൃപാപൂരിതയായി. നാല്, വചനത്തിന്റെ പേടകമായ മറിയത്തിൽ അത്യുന്നതന്റെ ശക്തി ആവസിച്ചതിനാൽ അവൾ കൃപാപൂരിതയായി. അഞ്ച്, കൃപയുടെ ഉറവിടമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് മറിയത്തോടുണ്ടായിരുന്ന വ്യക്തിബന്ധം വഴി അവൾ കൃപാപൂരിതയായി. ആറ്, ഉടമ്പടി ജനത്തിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ ഒരിക്കലും വേർപിരിയാത്ത സാന്നിധ്യവും ഉടമ്പടിയിൽ നിന്നുളവാകുന്ന ദൈവമനുഷ്യ ബന്ധവും പരിശുദ്ധ മറിയത്തിൽ അതിന്റെ പൂർണ്ണതയിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് നമ്മോടുള്ള ബന്ധം വളരെ സജീവവും ഊഷ്മളവും ചലനാത്മകവും ക്രിയാത്മകവും ഒരിക്കലും അവസാനിക്കാത്തതുമായ ആത്മബന്ധമാണല്ലോ. ഇത് പരിശുദ്ധ അമ്മയിൽ പരിപൂർണമായും നിറഞ്ഞിരുന്നു. 7, ദൈവകൃപയോടും ദൈവിക പദ്ധതിയോടും പരിപൂർണമായും സഹകരിച്ചതിനാൽ മറിയം അനുദിനം കൃപ നിറയുന്നവളായി മാറി. 8, കർത്താവിനെ കുറിച്ച് പറയപ്പെട്ടതും അവിടുത്തെ തിരുമൊഴികളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിക്കുക വഴി അനുദിനം അവൾ ദൈവകൃപയാൽ പൂരിതയായിക്കൊണ്ടിരുന്നു. 9, ഇഹലോകത്തിൽ ദൈവകൃപയോട് പരിപൂർണമായി സഹകരിച്ച പരിശുദ്ധ മറിയത്തിന് ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് കൃപയുടെ പരിപൂർണതയായ സ്വർഗാരോപണം. പരിശുദ്ധ മറിയത്തിന്റെ ജീവിതാവസാനം ദൈവം അവളെ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തി ത്രിലോകരാജ്ഞിയായി അവളെ മുടി ധരിപ്പിച്ചു.
1950 നവംബർ 1 പിയൂസ് 12 മാർപ്പാപ്പ ദ മോസ്റ്റ് ബൗണ്ടിഫുൾ ഗോഡ് എന്ന അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ദൈവമാതാവിന്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ രഹസ്യമായി. ഈ വിശ്വാസ സത്യം ദൈവം മറിയത്തേക്ക് നൽകിയ സമ്മാനം, ദൈവപുത്രന്റെ അമ്മയ്ക്ക് നൽകിയ സമ്മാനം. പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തെ പോലെ കൃപ നിറയുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളുമായി വളരാൻ അമ്മയുടെ മാതൃക നമ്മെ ശക്തമായി ആഹ്വാനം ചെയ്യുന്നില്ലേ? അമ്മയെപ്പോലെ കൃപാപൂരിതമായ ജീവിതം നയിക്കാൻ അമ്മയുടെ മാതൃക നമുക്ക് വലിയ ഉത്തേജനം പകരുന്നുണ്ട്. നാം ഓരോരുത്തരും കൃപാപൂരിതമായ ജീവിതം നയിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ സകലർക്കും അനുഗ്രഹമായി തീരേണ്ടവരാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ഭാഗ്യമുള്ളവരും അനുഗ്രഹീതരുമായി തീരാൻ പറ്റുമോ? തീർച്ചയായും. യേശു തമ്പുരാന്റെ വാക്കുകൾ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. യേശുവിന്റെ അമ്മയെക്കുറിച്ച് യേശുവിന്റെ പ്രബോധനം കേട്ടുകൊണ്ട് ആൾക്കൂട്ടത്തിലിരുന്ന ഒരു സ്ത്രീ, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവരാണെന്നല്ലേ? അതുപോലെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14:3 ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്ന് യേശു തമ്പുരാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുകയും യേശുവിലൂടെ ലോകത്തിന്റെ മേൽ വിജയം വരിക്കുകയും ചെയ്യുന്നവരെ അവിടത്തോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് യേശു തമ്പുരാൻ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. വെളിപ്പാട് പുസ്തകം 3:20-21 വാക്യങ്ങളിൽ നാം ഇപ്രകാരം ശ്രവിക്കുന്നു: ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു തമ്പുരാൻ പരമപിതാവിനോടൊത്ത് മഹത്വ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിശ്വാസത്തിലൂടെ ലോകത്തിന്റെ മേൽ വിജയം വരിച്ചുകൊണ്ട് യേശുവിന്റെ സാക്ഷികളായി ജീവിക്കുന്നവരെ യേശു തമ്പുരാൻ തന്നോടൊത്ത് തന്റെ മഹത്വ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന്. പ്രിയമുള്ളവരെ, ലോകത്തെ കീഴടക്കി കൃപ നിറയുന്നവരായി വളരാൻ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ ലോകം നമ്മളെ കീഴടക്കും. സാത്താന്റെ കെണികളിൽ നമ്മൾ വീണു പോകും. അമ്മയുടെ ജീവിതം നമ്മൾ നോക്കിയാൽ മാലാഖയുടെ മുന്നിൽ മാത്രമല്ല, കാലിത്തൊഴുത്തിലും കുരിശിൻ ചുവട്ടിലുമെല്ലാം ഒരേപോലെ അമ്മ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു. അമ്മ തന്റെ പുത്രന്റെ പിടഞ്ഞു മരിക്കുന്ന തിരുമേനിക്ക് മുന്നിൽ ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. അമ്മ ദൈവിക പദ്ധതിയോട് പരിപൂർണമായി സഹകരിച്ചു. സഹനത്തിനപ്പുറത്തെ ഉത്ഥാന പ്രത്യാശ അവളുടെ ഹൃദയത്തിൽ ദൈവം നിറച്ചു. അതിനാൽ കുരിശിൻ ചുവട്ടിലും അമ്മ പതറിയില്ല. ശിമയോൻ പറഞ്ഞതുപോലെ ഒരു വാൾ അവളുടെ ഹൃദയത്തിലൂടെ തുളച്ചു കയറി. എന്നിട്ടും അമ്മ ഇതെന്തുകൊണ്ടെന്ന് ദൈവത്തോട് ചോദിച്ചില്ല. ഈ സമ്പൂർണ്ണ സമർപ്പണമാണ് പരിശുദ്ധ അമ്മയെ സ്വർഗാരോപണം എന്ന മഹാസൗഭാഗ്യം നൽകി അവളെ ശരീരത്തോടും ആത്മാവിനോടും കൂടെ സ്വർഗത്തിലേക്കെടുത്ത്. ഈ അമ്മയുടെ മാതൃക പിന്തുടർന്ന് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ജീവിച്ചുകൊണ്ട് ലോകത്തിൽ തിന്മയുടെ മേൽ വിജയം വരിക്കാൻ അമ്മയെ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്ക് അമ്മയോട് അപേക്ഷിക്കാം. സാത്താന്റെ മേൽ വിജയം വരിക്കാനും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കാനും നമ്മളെയും സഹായിക്കണമേ എന്ന് അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം. പുത്രന്റെ മഹത്വം ദർശിക്കാനും പുത്രനെ മഹത്വപ്പെടുത്തി ജീവിക്കാനും നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ ഹേതുവായി തീരട്ടെ. സ്വർഗാരോപിതയായ ത്രിലോകരാജ്ഞിയായ നിത്യകന്യകയായ നിർമ്മല കന്യകയായ വിനീതദാസിയായ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.